ജോഷി മണ്ഡിലെ ഗരുഡ പീക്കിൽ ശ്വാസതടസ്സമുണ്ടായി മരിച്ച അമലിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അമലിന്റെ ബന്ധുക്കളും അച്ഛനും ഒക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന ആളായിരുന്നോ അച്ഛാ? ശരി, നല്ല ആരോഗ്യവാനായിരുന്നു. ആരോഗ്യ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ജിമ്മിൽ ഇതിനൊക്കെ പോയി നല്ല രീതിയിൽ ശരീരം നോക്കി പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ ചെന്നിട്ട് വിളിച്ചു പോകുമ്പോൾ അങ്ങനെ വിളിക്കാറില്ല. മരണവിവരം അറിയുന്നത് എപ്പോഴായിരുന്നു? ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് നമുക്ക് ഈ ഇതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ ഗരുഡ പീക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അവർ ബേസ് ക്യാമ്പിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ഇന്നലെ വഷളായിരുന്നു. അതിനുശേഷം ഒരാൾ താഴെ ഇറങ്ങിയതിന് ശേഷമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫോഴ്സിലെ ആളുകൾ വിളിച്ചു വരുത്തിയെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വഷളായി. ഏകദേശം വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ വെച്ചാൽ 2 കൂടി വെളുപ്പിന് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞു. ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ എവിടെ വരെ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത് ജോഷിമട്ടിന്ന് ഹെലികോപ്റ്ററിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോപ്സി ശേഷം നാളെ അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ എത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എയർപോർട്ടിൽ നെടുമ്പാശ്ശേരിയിൽ ഇവിടെ എത്തുമ്പോൾ പിന്നെ 3 hours വീണ്ടും യാത്രയുണ്ടല്ലോ നെടുമ്പാശ്ശേരി ടു ഇടുക്കി. അതാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഈ യാത്രകൾ സ്ഥിരമായി ഇപ്പൊ കൊണ്ടുവരുന്ന ആളായിരുന്നു. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എപ്പോഴും ജിമ്മും കളരിയൊക്കെ ആയിട്ട് പോയിരുന്ന ഒരാളാണ്. ഇങ്ങനൊരു അവസ്ഥ വരും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല പുള്ളിക്ക്. ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മൂപ്പര് അത് കഴിക്കരുതെന്നൊക്കെ പറയുന്ന ഒരാളാണ്. അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു പുള്ളിക്ക്. ഇങ്ങനെ വന്ന് ഞാൻ വിഷ്ണുവായിട്ട് കോൺടാക്ട് ചെയ്ത് വിഷ്ണുവിനും മനസ്സിലായിട്ടില്ല എന്താണ് പുള്ളിക്ക് സംഭവിച്ചതെന്നുള്ളത്. സാധാരണ അത്ര ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റു പല കാരണങ്ങളും മൂത്രം പോയൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റു പല കാരണങ്ങളായിരുന്നു വിഷ്ണു പറയുന്നത്. എന്തായാലും ഓട്ടോപ്സി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭാംഗമായിട്ടുള്ള വി ശിവദാസൻ എംപിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നത്. കമ്പളികണ്ടത്തു നിന്നും നന്ദിഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.